കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാലാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് വാല്യൂസ് ആർ ദ ഫൗണ്ടേഷൻ ഓർ ദ ബേസ് ഓർ ദ ഗൈഡ് ലൈൻ ഫോർ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഫൗണ്ടേഷനെയാണ് കോഓപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയപ്പെടുന്നത്. ഇതാണ് കോഓപ്പറേറ്റീവ് വാല്യൂസ് ആർ ദ ഫൗണ്ടേഷൻ ഫോർ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ICA in 1995 a statement of cooperative values or principles or the identity are also to be explained in 1995. 1995 ICA ഈ കോഓപ്പറേറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഐഡന്റിറ്റിയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോഓപ്പറേറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a guideline or it is the foundation or base for the cooperative principle. ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ് കോഓപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയപ്പെടുന്നത്. These cooperative values are divided into two heads. ഈ കോഓപ്പറേറ്റീവ് വാല്യൂസിനെ ആണെങ്കിൽ നമുക്ക് രണ്ട് ഹെഡുകളായിട്ട് തിരിക്കാം. കോർ വാല്യൂസ് എന്നും എത്തിക്കൽ വാല്യൂസ് എന്നും. ഇതാണ് കോഓപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ it is the base or the foundation for the cooperative principles. These cooperative values are divided into two heads. Core values and ethical values. കോഓപ്പറേറ്റീവ് വാല്യൂസിനെ രണ്ട് ഹെഡുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കോർ വാല്യൂസ് എന്നും അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസ്. കോർ വാല്യൂസ് ഇൻക്ലൂഡ് സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, then ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി. ഇതൊക്കെയാണ് മൂന്ന് എണ്ണമാണ് ഈ കോർ വാല്യൂസ്. രണ്ട് ഹെഡുകളായിട്ട് നമ്മൾ കോഓപ്പറേറ്റീവ് വാല്യൂസിനെ തിരിക്കുന്നു. കോർ വാല്യൂ എന്നും അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസ്. കോർ വാല്യൂസ് ഇൻക്ലൂഡ് സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, ദെൻ രണ്ടാമത്തെന്ന് പറയുന്നതാണെങ്കിൽ ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി, മൂന്നാമത്തെ ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. എന്തൊക്കെയാണ്? കോർ വാല്യൂസ് ഇൻക്ലൂഡ് സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. കോർ വാല്യൂ എന്നും എത്തിക്കൽ വാല്യൂ എന്നും ഈ വാല്യൂസിനെ രണ്ടായിട്ട് തിരിക്കുന്നു. കോർ വാല്യൂസിൽ ഉൾപ്പെടുന്നതാണ് ഒന്നാമത്തെ സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തെ ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി, മൂന്നാമത്തെ ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി എന്നിങ്ങനെ മൂന്ന് എണ്ണമാണ് കോർ വാല്യൂസ്. അതിൽ ഒന്നാമത്തെ പറയാം സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം സെൽഫ് ഹെൽപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോഓപ്പറേഷന്റെ പ്രത്യേകത തന്നെയാണ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സ്വമേധ, അതായത് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇതിലെ മെമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനാണെങ്കിൽ സഹായിക്കുന്നു. സെൽഫ് ഹെൽപ്പ് സ്വമേധയാ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇതിനു പുറമെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളും കൂടെ സംരക്ഷിക്കുക. സെൽഫ് ഹെൽപ്പ്. അതുപോലെ സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി. നമുക്കറിയാം ഡെമോക്രസി എന്ന് പറഞ്ഞാലാണെങ്കിൽ ജനാധിപത്യപരമായിട്ടാണ്, അല്ലെ വൺ മാൻ വൺ വോട്ട്. അവിടെ അത് തന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നത്. ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആൾ ആർ ഈക്വൽ. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആൾ ആർ ഈക്വൽ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ഉള്ളവരും സാമ്പത്തികം ഇല്ലാത്തവരും, അല്ലെങ്കിൽ മെയിൽ മെമ്പേഴ്സോ അല്ലെ ഫീമെയിൽ മെമ്പേഴ്സോ, അല്ലെ ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് മതത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരും ആൾ ആർ ഈക്വൽ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് ഈക്വാലിറ്റി. ദെൻ ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഏകമാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് തുല്യത, ആൾ ആർ ഈക്വൽ ആണ്. ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. സോളിഡാരിറ്റി എന്ന് പറയാം ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാലാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു പ്രസ്ഥാനത്തിൽ സ്വന്തം കാര്യം നേടുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെയും കാര്യങ്ങൾ മറ്റുള്ളവർക്കാണെങ്കിൽ സഹായം ലഭ്യമാക്കി കൊടുക്കുക. അതാണ് ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഏതൊക്കെയാണ്? കോർ വാല്യൂസ് ഇൻക്ലൂഡ്സ് സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി ആൻഡ്
ഈക്വാലിറ്റി. ഇനി മൂന്നാമത്തത് ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇനി മറ്റൊന്നാണ് എത്തിക്കൽ വാല്യൂസ്. എത്തിക്കൽ വാല്യൂസ് ഇൻക്ലൂഡ്സ് ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്. എന്താണ്? ഒന്നാമത്തത് ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്, രണ്ടാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തത് എന്താണ്? കെയറിംഗ് ഫോർ അതേഴ്സ്. എത്തിക്കൽ വാല്യൂസ് ഇൻക്ലൂഡ് ഒന്നാമത്തെ ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാലാണെങ്കിൽ ആത്മാർത്ഥ അല്ലെ സത്യസന്ധതയാണ് ഹോണസ്റ്റി. ആൻഡ് ഓപ്പൺനെസ്, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ മെമ്പർഷിപ്പ് തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്. രണ്ടാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സമൂഹത്തോടാണെങ്കിലുള്ള കടപ്പാട് അല്ലെ ഉത്തരവാദിത്തം. ഇനി അടുത്തത് കെയറിംഗ് ഫോർ അതേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആണെങ്കിൽ കെയർ ചെയ്യുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അന്നേരം ദി എത്തിക്കൽ വാല്യൂസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ്. ഇങ്ങനെ മൂന്നെണ്ണമാണ് എത്തിക്കൽ വാല്യൂസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവുന്നു. കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാലാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഗൈഡ് ലൈൻ ഓർ ദ ഫൗണ്ടേഷൻ ഫോർ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ ബേസ് ആണ്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ചാണെങ്കിൽ ICA 1995 a statement issued on cooperative values, cooperative principles, cooperative identity, etc. ഇതിനെ കുറിച്ചാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് 1995 ICA പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിനെ രണ്ട് ഹെഡായിട്ട് തിരിക്കുന്നു. കോർ വാല്യൂ എന്നും അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസും. അറിയാമല്ലോ, കോർ വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി, മൂന്നാമത്തെ ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ദെൻ എത്തിക്കൽ വാല്യൂ അത് മൂന്നെണ്ണമാണ്. ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.